ഇത് നമുക്ക് ഒരു 3,55,000 രൂപയ്ക്ക് കൊടുക്കാം. 3,55. 3,55 രൂപ. ഇത് നമുക്ക് ഒരു 4,35 കൊടുക്കാം. 4,35 കൊടുക്കാം. അതെ, ഒരു 4 ലക്ഷം രൂപ ലോൺ ചെയ്യാവേ. അടിപൊളി, നല്ല വൃത്തിയിലുണ്ട്. നല്ല വൃത്തി. ഇത് നമുക്ക് ഒരു 5,35,000 രൂപ കൊടുക്കാം. 22 വണ്ടി കൊടുക്കാം. ഒരു റീപ്ലേസ് ഇല്ല, ഏറ്റവും ടോപ്പിന്റെ. എന്താ കഥ നോക്കി, 22 മോഡൽ ഏറ്റവും ടോപ്പിന്റെ വണ്ടി നിങ്ങൾക്ക് 18 അല്ലേ? 18 വണ്ടി. എന്താ കിലോമീറ്റർ? ഇത് കിലോമീറ്റർ 30,000. പെട്രോൾ അല്ലേ? 15 ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. വിലയോ? ഇത് 6,35,000 രൂപ കൊടുക്കാം. 6,35. അതെ, അടിപൊളി. ജെന്യൂൻ പാർട്ടി ഉപയോഗിച്ചോണ്ട്. അതെ അല്ലേ? ശരി. അപ്പൊ അതൊന്നുമില്ലല്ലോ. അപ്പൊ അത് റീപ്ലേസ് ഇല്ല. വിലയോ? 85 ആണ്. 2,95 കൊടുക്കാം. 2,95. 3 ലക്ഷം രൂപ ഉള്ളിൽ കിട്ടും. 3 ലക്ഷം രൂപ ഉള്ളിൽ കൊടുത്തേക്കാം. ഇത് നമുക്ക് 6,25,000 രൂപ കൊടുത്തേക്കാം. 6,25 ഒരു സ്വിഫ്റ്റിന്റെ വിലയ്ക്ക്. അതെ, സ്വിഫ്റ്റിന്റെ വിലയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇന്നിപ്പോ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വന്ന് നിൽക്കുന്ന ഈ ഒരു ഷോറൂം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു പുതിയ ഷോറൂമാണ്, നമ്മൾ ഇതുവരെ വീഡിയോ എടുക്കാത്ത ഒരു ഷോറൂമാണെന്ന് വിചാരിക്കും. ഇവിടെ ഫസ്റ്റ് വന്നപ്പോൾ ഞാനും വിചാരിച്ചു ഇതെന്താ മൊത്തത്തിൽ മാറിയല്ലോ എന്നുള്ളത്. അതായത് നമ്മൾ കോട്ടയത്താണുള്ളത്. എക്സാക്ട് സ്ഥലം പാല എന്ന് പറയും. പാലായിലുള്ള നമ്മുടെ ഓട്ടോസ്പോർട്ടിലാണുള്ളത്. നല്ലൊരു പൈസ പൊട്ടിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും നല്ല സെറ്റപ്പിലേക്ക് ഷോറൂമിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ കിടക്കുന്ന, പിന്നെ നമ്മൾ എല്ലാ വീഡിയോ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ധൈര്യമായിട്ട്, ഇപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോയി അവിടെ നിന്ന് പോയി വണ്ടി വാങ്ങിച്ചോ, അവർ അടിപൊളിയാണെന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ശരിക്കും ഈ ഓട്ടോസ്പോർട്ട് എന്ന് പറയുക. കാരണം അത്രയും ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം തന്നെ. പിന്നെന്താ പറയുക, തട്ടുമുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വാറണ്ടി പണി അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണിത്. എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വണ്ടി പോലും കാണാണ്ട് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്ന ഷോറൂം ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഷോറൂമായിരിക്കും. കൂടുതൽ ആൾക്കാർ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥലമാണ്. പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരിക്കലും എടുക്കേണ്ട, ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക. എന്തൊക്കെ പറഞ്ഞാലും വണ്ടിയാണ്. പിന്നെ നെറ്റിലും ബോർഡിലൊക്കെ ഓടുന്ന സാധനമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. മാക്സിമം ചെക്ക് ചെയ്യുക. പിന്നെ വർത്താനത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞുള്ള പാലായിലാണ് പിന്നെ ഓട്ടോസ്പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ക്വാളിറ്റിയുള്ള വണ്ടികൾ ഞാൻ എടുത്തെടുത്ത് പറയും. ക്വാളിറ്റിയുള്ള നല്ല വണ്ടികൾ വേണ്ടവർ മാത്രം കൂടി വന്നാൽ മതി. ഒരുവിധം മോഡൽ കൂടിയ വണ്ടികളാണ് എല്ലാം തന്നെ. കൂടുതലും പെട്രോൾ വണ്ടികളൊക്കെയാണ്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ മാക്സിമം ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അടിപൊളി വണ്ടികൾ. ന്യൂ ഇയറിൻ്റെ ഓഫറൊന്നും പറയുന്നില്ല, വില കുറച്ച് വരും. ഓഫറാണോ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്ടോസ്പോർട്ടിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴയ മോഡൽ അടിപൊളി വണ്ടികളൊക്കെ വില കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള വണ്ടികൾ ജനനോട് പിന്നെ പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ? നല്ല കിഴിലെ വണ്ടികളല്ലേ കൊടുക്കുള്ളൂ. സൂപ്പർ വണ്ടികൾ അത്ര അങ്ങനത്തെ ഉള്ളൂ ഇവിടെ. ക്വാളിറ്റി വണ്ടികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് മെയിനായിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് വില കുറച്ചിട്ട് നല്ല വൃത്തിയുള്ള വണ്ടികൾ. അതാണല്ലോ വേണ്ടത്. അതാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. കൂടുതൽ സിംഗിൾ ഓണേഴ്സ് വണ്ടിയാണ്. അതെ 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 അതെ. പിന്നെ പറഞ്ഞ പോലെ വില അങ്ങ് കുറച്ച് കൊടുത്താൽ വില മാക്സിമം നമ്മൾ ചെയ്തല്ലേ കൊടുക്കും. അത്രേ ഉള്ളൂ. പിന്നെ ക്വാളിറ്റി ഞാൻ പിന്നെ പറയാം. തുടങ്ങിയാൽ നമുക്ക് ഓൾമോസ്റ്റ് 10-25 വണ്ടി പിന്നെ ഈ എല്ലാത്തിനും ഇന്ത്യയിൽ കാണിക്കാൻ ചേട്ടാ അയച്ചു കൊടുക്കണം. അത് നമ്മൾ കാറ്റലോഗ് ചെയ്ത്. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച കാര്യം നല്ല അയച്ചു തരും. ഈ കറക്റ്റ് ഫസ്റ്റ് ഏതാ മോഡൽ? ക്രെറ്റ നമുക്ക് വരുന്നത് 2016 മോഡലാണ്. 16 മോഡലാണ്. ഇത് ഈ ഷേപ്പിൽ ഏറ്റവും ഡിമാൻഡുള്ള ഷേപ്പ്. അതായത് ഇത് ക്രെറ്റന്റെ ഫസ്റ്റ് വണ്ടി, ആദ്യത്തെ വണ്ടി. ഇത് E+ ആയിരിക്കും. ഇത് E+ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. പിന്നെ അലോവിയിലൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അലോവിയില് എല്ലാം ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ എയർ ബാഗ്, ABS. പെട്രോൾ ആണ് അല്ലേ? പെട്രോൾ. കിലോമീറ്റർ വരുന്നത് 70,000 കിലോമീറ്റർ ആണ്. ശരി. ഫുൾ കമ്പനി സർവീസ്. കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു കംപ്ലൈന്റ്. പെട്രോൾ വണ്ടി ആയതുകൊണ്ട്. അതെ, ഒരു മേജർ റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ല. അതെ. എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 6,25,000 രൂപ കൊടുത്തേ. 6,25 ഒരു സ്വിഫ്റ്റിന്റെ വിലയ്ക്ക്. അതെ, സ്വിഫ്റ്റിന്റെ വിലയ്ക്ക് നമുക്ക് കൊടുക്കാം. പോളിഷ് ചെയ്ത് കയറ്റിയിട്ടുള്ളൂ. ഇന്ന് കയറ്റിയിട്ടുള്ളൂ. അതാണ് വൃത്തി. ആദ്യത്തെ പരസ്യം പോലും ഇട്ടിട്ടില്ല. ഇതാണെങ്കിലോ i20. ഇത് നമുക്ക് 2017 വണ്ടിയാണ്. 17 അല്ലേ? അതെ അതെ. പെട്രോൾ തന്നെയാ? പെട്രോൾ മാഗ്ന പ്ലസ് ആണ്. വണ്ടിയാണ്. ഇത് ഹൈലൈറ്റ് കിലോമീറ്റർ ആണ്. 28-30 കിലോമീറ്റർ ഓടി. അത്ര ഓടിയുള്ളൂ അല്ലേ? അതെ. 17 അല്ലേ? അതെ അതെ. ഇത് ഈ മൈലേജ് കുറച്ച് കുറവായിരിക്കും. മൈലേജ് അറൗണ്ട് ഒരു 13 to 15. ഒരു 10 to 15 മാക്സിമം കിട്ടുള്ളൂ. അല്ല, നമ്മുടെ ഈ ഇടയ്ക്ക് ഒരു കസ്റ്റമർ എടുത്തോണ്ട് പുള്ളിക്ക് 18 കിട്ടുന്നുണ്ട്. അത് 40 മേലെ ഓടിക്കുന്നുണ്ടാവില്ല. അപ്പൊ കിട്ടും. അല്ല, പുള്ളി ഹൈ റേഞ്ചാ. അപ്പൊ 20 മേലെ പോകുന്നുണ്ടാവില്ല. അതുകൊണ്ട് അത് പതുക്കെ പോയാൽ കിട്ടും. 15-20 ഒക്കെ കിട്ടും. ഇതിപ്പോ നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 4,65,000 രൂപ കൊടുത്തേക്കാം. അത് 17 മോഡൽ. 17 വണ്ടി ലോ കിലോമീറ്റർ ആയതുകൊണ്ടാണ്. അതെ. 4,65 കൊടുത്തേക്കാം. ഇതൊക്കെ ഫുൾ ഓൺ കയറില്ലേ? ഫുൾ ഓൺ ചെയ്യേണ്ട ഒരു 4.25 എന്നാണ് ചെയ്യാം. എന്തായാലും ചെയ്യാം. ബാക്കി പ്രൊഫൈൽ നോക്കി ചെയ്യാം അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 6 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ ചെയ്യും. അതുപോലെ തന്നെ ഈ റെഡ് ആണെങ്കിലോ? ഇത് നമുക്ക് സ്പെഷ്യൽ ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് ഡീസൽ. ഡീസൽ അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെ, എനിക്ക് ഈ ഡീസൽ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മൈലേജും പെർഫോമൻസും കംഫർട്ടും എല്ലാം ഉള്ള ഒരു വണ്ടി. ഇത് മോഡൽ ഏതാ? ഇത് നമുക്ക് 2018 വണ്ടി. 18 കിലോമീറ്ററോ? ഇത് സ്പോർട്സ് ആണ്. കിലോമീറ്റർ വരുന്നത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 18-80 എന്ന് പറയുമ്പോൾ വലിയ ഓട്ടമൊന്നുമല്ല. ഒന്നുമില്ല, കൃത്യം കിലോമീറ്റർ കമ്പനി സർവീസ് കയറി പോയാൽ വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളൊന്നും നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ഒരു റീപ്ലേസ് ഒന്നുമില്ല. ശരി. എന്താ വില? ഇത് നമുക്ക് 5,65,000 രൂപ കൊടുത്തേ. 18 വണ്ടി 5,65 നെറ്റ് കൊടുത്തേക്കാം. അതും എന്തെങ്കിലും കുറച്ച് കൊടുത്തേക്കാം. നമ്മള് ന്യൂ ഇയർ ഓഫർ ആയിട്ട്. അതെ, ന്യൂ ഇയർ ഒക്കെയാണ്. അതെ. ഇനി ഇതാണെങ്കിലോ? ഇത് നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആണ്. 2023 വണ്ടിയാണ്. 23 പറയുമ്പോൾ ന്യൂ ഷേപ്പിൽ വന്ന ടോപ്പ് വണ്ടി അല്ലേ? ന്യൂ ഷേപ്പിൽ ഏറ്റവും ടോപ്പ് X6 ആണ്. എപ്പോഴും ഉള്ള സ്റ്റോക്കാണ് നമുക്ക്. ഇത് ഒരെണ്ണയിലൂടെ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ഉണ്ട്. എപ്പോഴും ഡിയാഗോയും എല്ലാം സ്റ്റോക്ക് ഉള്ളത്. ഇത് ഈ പറഞ്ഞ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന വണ്ടിയാണ്. 2023 വണ്ടിയാണ്. കിലോമീറ്റർ വരുന്നത് 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വിത്ത് കമ്പനി വാറന്റി ഉണ്ട്. വിലയും കൂടി പറയൂ. ഇത് നമുക്ക് 5,85,000 രൂപയ്ക്ക് കൊടുത്തേ. 5,85 2023 വണ്ടി.
ആലോചിക്കുമ്പോൾ 23 വണ്ടിക്കാണ് 555 അതെ 555 നമുക്ക് മാക്സിമം ഒരു 5,000 വരെ ലോൺ അത് ചെയ്തു ഫുൾ ഫുൾ ലോൺ ചെയ്ത് കൊടുത്തത് ഇത് ഫുൾ സുഖമായിട്ട് അതെ എന്ത് നോക്കാനാ അതെ. ഓട്ടോമാറ്റിക് വണ്ടി വേണ്ട ഒരു ഇത്രയും മോഡൽ കൂടിയ കിഴില വണ്ടി വേണ്ട അതെ 23 വണ്ടി അതെ അതെ അതുപോലെ തന്നെ റെഡോ റെഡ് നമുക്ക് മാനുവൽ ആണ് വരുന്നത് 2021 വണ്ടി 21 മോഡൽ 21 വണ്ടി മാനുവൽ XT എന്ന് പറയുന്ന ഓപ്ഷനിലാണ് മിഡിൽ ഓപ്ഷൻ ആണ്. അതെ അതെ എന്തെങ്കിലും ആക്ഷൻ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല ഒന്നുമില്ല, വണ്ടി നല്ല നീറ്റാ കേട്ടോ, ഒരു അപകടങ്ങളൊന്നുമില്ല. അപ്പൊ അത് റീപ്ലേസ് ഒന്നുമില്ല നമ്മൾ പറഞ്ഞു ചെയ്യും ഇന്ത്യയിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. ഇന്ത്യയിൽ നമുക്ക് അയച്ചു കൊടുക്കാം. ശരി, എന്തായാലും 21 വണ്ടി എന്താ പോലെ മാനുവൽ 21 വണ്ടി നമുക്ക് ഒരു ഓഫർ റേറ്റ് കൊടുത്തേക്കാം 4,25,000 രൂപ കൊടുത്തേക്കാം. 4,25 21 വണ്ടി സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ 28,000 കിലോമീറ്റർ അത് ഇത്രയും ക്ലീൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതെ, നല്ല വൃത്തിയുള്ള വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. അതായത് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് നേരെ പോരുക എടുത്തോണ്ട് പോവാ, അത്രേ ഉള്ളൂ. എടുത്ത് ഉപയോഗിച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട. ഫുൾ കമ്പനി സർവീസ് കയറി പോയ വണ്ടിയാണ്. ഒരു ഡിസയർ ഉണ്ടല്ലോ, ഡിസയർ നമുക്ക് ഓഫർ റേറ്റ് കൊടുത്തേക്കാം. എന്താ ഓഫർ? ഇത് 2022 വണ്ടിയാ. 22 അതെ, പെട്രോൾ ആണല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് BXI ഓട്ടോമാറ്റിക്. അടിപൊളി, നല്ല വൃത്തിയുള്ള വണ്ടി. കിലോമീറ്റർ 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെന്യൂൻ, പക്ക ജെന്യൂൻ. ശരി, എന്താ വില? ഇത് നമുക്ക് 6,65,000 രൂപ കൊടുത്തേക്കാം. 6,65. മാരുതിക്ക് മാത്രം വില കൂടുതലല്ലേ? മാരുതിക്ക് എപ്പോഴും വിലയുണ്ടല്ലോ, ഈ ഷേപ്പ് വണ്ടി കിട്ടാനില്ല. ഈ ഷേപ്പ് വണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിന്റെ രണ്ടാമത്തെ ഷേപ്പും ഈ മൂന്നാമത്തെ ഷേപ്പുമാണ് ഇപ്പൊ ഹൈലൈറ്റ് ഏറ്റവും ഹൈലൈറ്റ്. ഇതിന് ഏറ്റവും ഇപ്പം ഡിമാൻഡ് ഉള്ളൂ. അത്യാവശ്യം മൈലേജ് ഉണ്ട്. പിന്നെ 22 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി 6,65,000 രൂപയ്ക്ക് കൊടുക്കാം. 6,00,000 ഫുൾ ലോൺ ചെയ്യേണ്ടതാണ്. സിവിൽ സ്കോർ ഡിപ്പെൻഡ്, അതാണ് മെയിൻ ആയിട്ട് നോക്കുക അല്ലേ? അതുപോലെ തന്നെ ഇനി ഒരു ബോൾട്ട് കാണിച്ചു കൊടുത്താലോ? ബോൾട്ട് നമുക്ക് 2015 ആണ്. 15 മോഡൽ ബോൾട്ട്. 15 ബോൾട്ട് ടർബോ ആണ്. എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ഉള്ള അന്നേരം സെയിൽ ആവുന്ന വണ്ടിയാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ, അത്യാവശ്യം ഒരു 10-15 മൈലേജ് കിട്ടും. 15 മസ്റ്റ് കിട്ടും. മോശമൊന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമ്മുടെ സ്റ്റോക്ക് ഇന്നലെ വന്നോളൂ, പെട്ടെന്ന് നമുക്ക് നമുക്ക് ഓഫർ റേറ്റ് കൊടുക്കാം. 2,25,000 രൂപ കൊടുത്തത്. 2015 വണ്ടി ബോൾട്ട് അലൈബില് എല്ലാം കുതിരാനുണ്ട്. പെട്രോൾ ടർബോ ആണല്ലേ? അങ്ങനത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. മോശമൊന്നുമില്ല, അലൈബിലെ കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടിയാണ്. ഇതാണെങ്കിലോ? ഇത് നമുക്ക് ഓഫർ റേറ്റ് കൊടുത്തത് 2017 വണ്ടി. 17 ഫിഗോ ഡീസൽ പെട്രോൾ. കിലോമീറ്റർ വെറും 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ, പക്ക ജെന്യൂൻ. വില എത്ര ഉണ്ട്? ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റ് കൊടുത്തേക്കാം. ബാർഗനിങ് ഇല്ല, 2,75,000 രൂപ കൊടുത്തേ. 2,75. മോശമൊന്നുമില്ല അല്ലേ? ഫുൾ ലോൺ ചെയ്തു. അത്രയും ക്വാളിറ്റി പെട്രോൾ ആണ്. 50,000 കിലോമീറ്റർ പെട്രോൾ കൃത്യം പറയുക. അതായത് മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് ഇല്ല എന്നുള്ളതാണ്. കംപ്ലൈന്റിന്റെ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി ബ്ലാക്ക് കളർ, ഒരു റീപ്ലേസും ഇല്ലേ. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു ലെജൻഡ് ആണ് അല്ലേ? ഫോർഡിന്റെ ഫ്യൂഷനാ. ഫ്യൂഷൻ പണ്ടത്തെ വണ്ടിയാണ് ഇത്, എവിടെയും കാണാറില്ലാത്ത സാധനം. സിംഗിൾ ഓണർ ഉള്ള വണ്ടിയായിരുന്നു. നമ്മുടെ വെല്ലോട്ടാക്കി 2008 വണ്ടിയാണ്. 2008 പെട്രോളാ? പെട്രോൾ 1.6 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ വെല്ലോട്ടാക്കിയിട്ടുണ്ട്. ശരി, ഇപ്പൊ നിലവിൽ നിങ്ങളാണ് സെക്കൻഡ് ഓണർ. നമ്മൾ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. ഇതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എടുത്തോണ്ട് പോയി. പേപ്പർ 2028 വരെ ഉണ്ട്. ഇന്ത്യയിൽ മോശമൊന്നുമില്ല, ഹൈ ക്വാളിറ്റി വേണം. അലൈബിൽ തന്നെ 35,000 രൂപ അലൈബിൽ. പുതിയ ഇഷ്ടം 10,000 കൊടുത്തിട്ട്. അതാണ് മുരിക്കമ്പട്ടിക്ക് ഗോദ്രേജിന്റെ ഫുഡ് എന്ന് വെച്ചോലെ അത്യാവശ്യം ചെറിയൊരു പൈസക്ക് എടുത്തോണ്ട് പോകാൻ അലൈബിൽ കാര്യങ്ങളുണ്ട്. അടിപൊളിയാണ്. പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ്. അതെ, ഇതിപ്പോ 2008 പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് കുറവായിരിക്കും. കംപ്ലൈന്റ് ഒന്നുമില്ല, അതാണ് മെയിൻ ഗുണം. ഇല്ല. വിലയോ? ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റ് 88,000 രൂപയ്ക്ക് കൊടുത്തത്. 88,000 രൂപയ്ക്ക് കൊടുത്തത്. പേരും മറുത്തരും. അതെ, 88,000 രൂപയ്ക്ക് അല്ലേ? ഭാര്യ വന്ന് നോക്കുക വണ്ടിയൊക്കെ. ഇതേപോലത്തെ പഴയതൊക്കെ കൊണ്ടുവരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എടുത്തോണ്ട് പോകും. അതെ, എടുക്കുക. ഇവിടെ നമുക്ക് ഒരു i20 മോഡല്. ഇത് നമുക്ക് 2020. അതെ. ഇത് വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ വരുന്നത് 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ. 20 മോഡൽ 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ മാഗ്ന പ്ലസ്. 20 ഷേപ്പ് മാറും. പിന്നെ അപാത റീപ്ലേസ് ഒന്നുമില്ല. വിലയോ? വില നമുക്ക് പൊട്ടിച്ചു കൊടുത്തത് 5,30,000 രൂപയ്ക്ക് കൊടുത്തത്. 5.30 അല്ലേ? 20 വണ്ടി 5.30. 20 മോഡല് സിംഗിൾ ഓണർഷിപ്പ്. എന്തെങ്കിലും അപാധ ഒന്നുമില്ല, ഒരു അപാധയില്ല. അടിപൊളി. റീപ്ലേസ് ഇല്ല. അൾട്രോസ് നമുക്ക് 20 മോഡലാണ്. 20. അതെ. കിലോമീറ്റർ വരുന്നത് 55,000 കിലോമീറ്റർ. 55 അല്ലേ? 55 കിലോമീറ്റർ. നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി സിംഗിൾ ഓണർ ആണ്. പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. വിലയും കൂടി പറ. ഇത് നമുക്ക് 4,95,000 രൂപയ്ക്ക് എടുത്തത്. 495 2020 വണ്ടി. അതും 5 സ്റ്റാർ റേറ്റിംഗ് വണ്ടി. 5 സ്റ്റാർ റേറ്റിംഗ്. ഓക്കെ, ഇതൊക്കെ ഫിക്സഡ് റേറ്റ് ആണ്, ബാർഗനിങ് ഇല്ല. അങ്ങനെ പറയരുത്. എന്തെങ്കിലും ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അതൊക്കെ എന്ത് പറയാൻ ചെയ്യുമെന്ന് എനിക്കറിയാം. ഏറ്റവും കുറച്ച് പറയുന്നത്. അതെ, പറച്ചിലൊക്കെ കഷ്ടപ്പാടാന്ന് പറഞ്ഞാലും കൊടുക്കുമ്പോൾ കൊടുത്തോളൂ അല്ലേ? കൊടുക്കും. അതെ, നല്ല വൃത്തിയുണ്ട്. എല്ലാ വണ്ടികളും ചെക്ക് ചെയ്ത് ബാക്കിൽ കുറെ വണ്ടികളുണ്ട്. എല്ലാം കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ മുമ്പത്തെ ഒരു നിരം എടുത്തു കഴിഞ്ഞു. ഈ ബാക്കോട്ട് വരുമ്പോഴാണ് നിരനിരായിട്ട് ഒരുപാട് വണ്ടികൾ. നമുക്ക് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അതെ, അത്യാവശ്യം ക്വാളിറ്റികളാണ് എല്ലാ ക്വാളിറ്റിയുള്ള വണ്ടി. പക്ഷേ ചെറിയ വണ്ടികൾ കൂടുതലായിട്ടും കാണിച്ചു തരാം. അതെ, ചെറിയ വണ്ടികൾ കുറെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇനി ഒരു 20 വണ്ടി നിങ്ങളെ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ
കുറച്ച് വേഗം പറഞ്ഞു പോവാം. അതെ അതെ എന്ത് ഡീറ്റെയിൽ വേണമെന്ന് അയച്ചു കൊടുക്കണം. അതെ ഉറപ്പായിട്ട്. ഓക്കെ, ഇതിപ്പോ മോഡൽ ഇത് നമുക്ക് 2016 16 ലീവാ. 16 ലീവാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ ആണ്, 45,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കേരള വണ്ടി തന്നെയാ? ഒറിജിനൽ ഇതല്ല, നമ്പർ പ്ലേറ്റ് കൂട്ടിയത് നമ്മുടെ പാലാ രജിസ്ട്രേഷൻ. അപ്പൊ അതൊന്നുമില്ല, അപ്പൊ അത് റിപ്ലേസ് ഇല്ല, നമ്പർ എടുത്ത് വന്ന ടയോട്ട ഹിസ്റ്ററി കിട്ടില്ല. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഒരു 4 ലക്ഷം രൂപ കൊടുത്താൽ 4 ലക്ഷം രൂപയ്ക്ക് 16 വണ്ടി. 16 വണ്ടി, അത് നല്ല ക്ലീൻ വണ്ടി. ഒരു മാക്സിമം ലോൺ ചെയ്യാം, 4 ലാഖ് എടുത്ത് ലോണും ചെയ്യാം. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2018 ആണ്. സാൻഡ്രോ ഓട്ടോമാറ്റിക് ആണ്. അതെ. കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. വെറും 75 ഓടിയിട്ടുള്ളൂ. 18 മോഡൽ ഓട്ടോമാറ്റിക് സ്പോർട്സ്. അതെ, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. നല്ല വൃത്തി, ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. വിലയോ? ഇത് നമുക്ക് ഒരു 3,55,000 രൂപ കൊടുക്കാം. 3,55 രൂപ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി അല്ലേ? നല്ല ക്വാളിറ്റി, 100% ഗ്യാരണ്ടി എടുത്തോണ്ട് പോകും. സ്ത്രീകൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്ത്രീകൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഈ കിഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അല്ല, കുറച്ച് ലാഗിങ് ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും 3,55,000 നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടും കേട്ടോ. അതെ. ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2019 ആണ്. സിംഗിൾ ഓണർ ആണ്. മാഗ്ന പ്ലസ് എന്ന് പറയുന്ന മോഡലാണ്. നല്ല വൃത്തിയുള്ള വണ്ടി, ഏറ്റവും ലാസ്റ്റ് വണ്ടി. അതെ അതെ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പൊ അതൊന്നുമില്ലോ, അത് റീപ്ലേസ് ഇല്ല. 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ശരി. വിലയോ? ഇത് നമുക്ക് 3,80,000 രൂപയ്ക്ക് കൊടുക്കാം. 380 ഫുൾ ലോൺ ചെയ്തേക്കാം. അടിപൊളി. എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ച് തരും, എന്തെങ്കിലും ചെയ്തു തരാം. ഇനി ഈ i20 ആണെങ്കിലോ? i20 നമുക്ക് 2016 മോഡലാണ്. 16 നല്ല ക്ലീൻ വണ്ടി അല്ലേ? ഈ വണ്ടി സ്പോർട്സ് ആണ്, സിംഗിൾ ഓണർ ആണ്. പറയേണ്ട ആവശ്യമില്ല, സിംഗിൾ ഓണർ ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്, എല്ലാ ഹിസ്റ്ററി. എന്താ വില? ഇത് നമുക്ക് ഒരു 4,35 കൊടുത്തേ. 4,35 കൊടുക്കാം. അതെ, ഒരു 4 ലക്ഷം രൂപ ലോൺ ചെയ്യാവേ. അടിപൊളി, നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തി. ഇനി ഇതാണെങ്കിലോ? ഇത് 2016 മോഡലാണ്. 16 സെലീരിയോ ആണ്. സിംഗിൾ ഓണർ ആണ്. അത് കിലോമീറ്റർ വരുന്നത് നമുക്ക് ഒരു 50 സംതിങ് ഓടിയിട്ടുള്ളൂ അല്ലേ? ചെറിയ രീതിക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരും, അല്ലാതെ വലിയ വ്യത്യാസം വരികയല്ല. ചിലപ്പോൾ 60 അത്രേ ഉള്ളൂ, അല്ല ചെറിയ വ്യത്യാസം. പഠിക്കുമ്പോൾ ഇത്ര കാണും. വണ്ടി വൃത്തിയുണ്ട്. 16 മോഡൽ VXi. അതെ അതെ. എന്താ വില? ഇത് നമുക്ക് 3,30,000 രൂപ കൊടുക്കാം. 3,00,000 കൊടുക്കാം അല്ലേ? പഠിക്കുന്ന കാലത്ത് ഇന്ന് കളക്ടർ പിന്നെ ഈ പരിപാടി നടത്തണ്ട. ഇത് അതെ അതെ. ഇനി ഇതാണെങ്കിലോ ഡ്രൈവർ? ഇത് 22 വണ്ടി. 22 ആണ്. അതെ, RX ആണ് ഏറ്റവും കൂടിയ വണ്ടിയാണ്. അതായത് ഇറങ്ങിയ ടോപ്പ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് വണ്ടി. ഇത് 2022 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതല്ലേ? ഇപ്പത്തെ ഏറ്റവും ക്ലീൻ വണ്ടി. ഷേപ്പിനേക്കാൾ നല്ല റീസെയിൽ ഉള്ള വണ്ടിയാണ്. അതെ അതെ അതെ. ഇത് പേര് ചോദിക്കുന്ന വണ്ടിയാണ്. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 55,000. 55 അല്ലേ? അതെ. വിലയോ? ഇത് നമുക്കൊരു 5,35,000 രൂപ കൊടുത്തേ. 22 വണ്ടി കൊടുക്കാം. ഒരു റീപ്ലേസ് ഇല്ല, ഏറ്റവും ടോപ്പിന്റെ. എന്താ കഥ നോക്കി. 22 മോഡൽ ഏറ്റവും ടോപ്പിന്റെ വണ്ടി നിങ്ങൾക്ക് 5,30,000. ഫുള്ള് ഒരു 50% 90% ലോൺ ചെയ്യാം. ഫുൾ ലോണും ചെയ്യേണ്ടതാണ്. നമ്മളെ സിവിൽ സ്കോർ നോക്കി ഉണ്ടെങ്കിൽ അതെ, സിവിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്യാം. സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ സിവിൽ സ്കോർ വേണം. അതെ. ഇനി ഇതാണെങ്കിലോ? ഇത് നിയോസ് 21 വണ്ടിയാണ്. 21 നിയോസ്. അതെ, നിയോസ് 19,000 കിലോമീറ്റർ. സ്പോർട്സ് അല്ലേ? സ്പോർട്സ് ഓട്ടോമാറ്റിക്. അടിപൊളി, ഓട്ടോമാറ്റിക് ആണ്. ഇത് നല്ല വണ്ടിയാണ്. ഓട്ടോമാറ്റിക് നല്ല വണ്ടിയാണ്. ഇതും വേറെ ലാഗിങ് കാര്യങ്ങളും ലേഡീസ് ഒക്കെ നല്ല വണ്ടിയാണ്. അതെ, മോശമില്ലാത്തൊരു മൈലേജ് കിട്ടും. അത്യാവശ്യം മൈലേജ്. എന്തുണ്ട്? ഇത് നമുക്ക് 5,500 കൊടുത്തത്. 5,50,000 രൂപയ്ക്ക് 2021 വണ്ടി. 19,000 കിലോമീറ്റർ. അതും ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ വണ്ടി, ഒരു റീപ്ലേസ് ഇല്ല, ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. ഈ കുറച്ച് പഴയ വണ്ടി ഇതാണെങ്കിലോ? ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റ് കൊടുത്തേക്കാം. മാക്സിമം ഓഫർ. ഡീസൽ ആണ്. 20 മൈലേജ്. മോഡലോ? 2011 അല്ലേ? ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ ഏറ്റവും കൂടിയത്. 11 ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരുന്ന വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ട് വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, ഫുൾ കമ്പനി സർവീസ്. ഇത് നമുക്ക് ഒരു 1,60,000 രൂപ കൊടുത്തേ. 1,60,000. ഇത് ഓണർഷിപ്പ് ഒരു ഫാമിലി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ തേർഡ് ഓണർ ആയിട്ടുണ്ട്. തേർഡെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ അതെ. 1,60,000 കൊടുക്കുക, ഒരു കംപ്ലൈന്റും ഇല്ല, എടുക്കുക ഓടുക. ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ വണ്ടി. അടിപൊളി. അതുപോലെ തന്നെ ഈ പറഞ്ഞാണെങ്കിലോ? വെണ്ണ വരുന്നത് നമുക്ക് 2018 ആണ്. വെട്ടിക്കെട്ട് സാധനമാണല്ലോ. വെട്ടിക്കെട്ട് സാധനം നല്ല റീസെയിലുള്ള വണ്ടിയാണ്. അതായത് തേർഡ് ഫേസ് അല്ലേ? ഏറ്റവും ഇപ്പത്തെ ഫേസിന്റെ മുമ്പത്തെ. ഇപ്പൊ ഇത് എടുക്കണ ഒരു 20 രൂപ 18 രൂപ അടുത്ത്. അതെ, അല്ല ഇപ്പത്തെക്കാളും ആൾക്കാർക്ക് പണ്ടും ഇഷ്ടം ഈ ഒരു ഷേപ്പ് വണ്ടി. ഇതാണ് അതിന്റെ പകുതി റീപ്രസെന്റ് നമുക്ക് കൊടുത്തേക്കല്ല. ഇത് നല്ല നീറ്റാണ് വണ്ടി. ഇ പ്ലസ് അല്ലേ? അത് ഇ പ്ലസ് ആണ്. സിംഗിൾ ഓണർ ആണ്. 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇ പ്ലസ് ആണെന്ന് പറഞ്ഞാലും ബട്ടൺ സ്റ്റാർട്ടും അലവിലൊന്നും ഇല്ലാന്നുള്ളൂ. ബാക്കി ഒരുവിധെല്ലാം ഉണ്ട്. ബാക്കി എല്ലാ ഫീച്ചറും അലവിൽ ഇട്ടാൽ മതി. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം ഉണ്ട്. ഡ്യുവൽ എയർ ബാഗ് എല്ലാം ഉണ്ട്. 18 അല്ലേ? 18 വണ്ടി. എന്താ കിലോമീറ്റർ? ഇത് കിലോമീറ്റർ 30,000. പെട്രോൾ അല്ലേ? അത്ര ഓടിയിട്ടുള്ളൂ. സ്വിഫ്റ്റിന്റെ വിലക്ക് കൊടുത്തേ. എത്ര കൊടുക്കും? 6 ലക്ഷം രൂപ കൊടുത്തു. 6 ലക്ഷം. എന്താ 5,95 കൊടുത്തേ. 5,95 കൊടുക്കാം. അതെ, ഫൈനല്ലേ? അടിപൊളി. അത് നിങ്ങൾ നോക്കിക്കോട്ടെ. വേണം മിസ് ചെയ്യണ്ട. ഒന്നും നോക്കണ്ട, ഒരു ക്ലെയിം ഇല്ല. ഇതുപോലെ തപ്പിയിടുന്ന കിട്ടിയല്ല. അത് കിട്ടിയല്ല. ഇനി ഇതാണെങ്കിലോ? ഇത് നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ 2014. അതെ, ഡിസയർ 14 മോഡലാണ്. പെട്രോൾ ആണ്. 78-80 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. VXi ഓപ്ഷനിലാണ്. അതെ, 14 നല്ല വൃത്തിയിലാണ്. അതെ. വിലയോ?
വില നമുക്കൊരു പൊട്ടിച്ച് കൊടുത്തേക്കാം 350 കൊടുത്തേക്കാം. 3.5 ലക്ഷം രൂപയ്ക്ക് 14 പെട്രോൾ 3.5 അല്ലേ? അതെ അതെ. മോശമൊന്നുമില്ല. ഡിസൈറാണ്, അത്യാവശ്യം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ല വണ്ടിയാണ്. ഡിസൈൻ ആകെ കാണിച്ചാൽ നല്ല പുത്തൻ പട്ടി പറഞ്ഞു. നിങ്ങൾ അയച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഞാൻ ഇത് മൊത്തം അത് ശരി. അടുത്തൊരു ഷോറൂം കണ്ടീഷൻ വെൻഡോ ഫോർസ് വെൻഡോ. അത് ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും കൂടുതലായി പോലെ. ഇല്ല വെൻഡോ 2014 വണ്ടിയാണ്. 14 ഡീസൽ ഡീസൽ വണ്ടി 120 നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഇത് കിലോമീറ്റർ 120 ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ബാക്ക് തട്ടിയൊന്നുമില്ലോ? ഒന്നുമില്ല, തട്ടുമുട്ടി ഒന്നുമില്ല. ഓക്കെ. ഇത് പിന്നെ ഒരു 15-18 മൈലേജ് കിട്ടൂലേ? 18 ഉറപ്പായിട്ട് കിട്ടും. അതെ, അതും ഫുൾ ഓപ്ഷൻ. ഓട്ടോ ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ്. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 3,30,000 രൂപ കൊടുക്കാം. 3.30 കൊടുക്കാം. അടിപൊളി. 3.30 അതെ. ഒരു ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു സിംഗിൾ സ്ക്രാച്ചോ ഒന്നുമില്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അടിപൊളി. അടുത്തത് ഒരു ക്രെറ്റ. ഏതാ മോഡല്? ഇത് 2015 നമ്മൾ മുമ്പേ കാണിച്ച 2016 വണ്ടിയാണ്. അത് എസ് എന്ന് പറയുന്ന മോഡലാണ്. ഈ ഞാൻ പറഞ്ഞത് എസ് ആണ്. എസ് വണ്ടിയാണ്. ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലോ? ഇത് ഫുൾ ഓപ്ഷൻ SX ആണ്. അതെ അതെ. ഇത് 16 ഇത് 15, അത് 16 അല്ലേ? അടിപൊളി. നല്ല നീറ്റ് വണ്ടി. നല്ല നീറ്റ് വണ്ടി. ഇത് കിലോമീറ്റർ 55,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ. അതെ അതെ. 15 ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. അതെ അതെ. വിലയോ? ഇത് 6,35,000 രൂപ കൊടുത്തത്. 6.35. അതെ അതെ. അടിപൊളി. 6.35 നിങ്ങൾക്ക് അടിപൊളി ഒരു ഫുൾ ഓപ്ഷൻ വരണം. 15 മോഡൽ. അതെ. ക്രെറ്റ അല്ല സോറി, ക്രെറ്റ. ഇതാണെങ്കിലോ? ഇത് ഇയോണ് നമുക്ക് 2018 ആണേ. 18 മോഡൽ. ഇയോന്റെ ഏറ്റവും ലാസ്റ്റ് വണ്ടിയേ. അതെ. നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തി. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ ടച്ചപ്പ് പോളിഷ് ചെയ്ത് കയറ്റിയിട്ടേക്കുന്നത്. പിന്നെ ഇപ്പൊ വേറെ കാര്യമുണ്ട്, എടുത്തോണ്ട് പോകുന്നവർക്ക് ഒരു പണിയില്ലെന്ന്. ഇപ്പൊ ഈ കാണിച്ച വണ്ടിയിൽ ഒന്നിലെങ്കിലും ഒരു സിംഗിൾ സ്ക്രാച്ച് അതിനകത്ത് നമ്മൾ എന്താ കോമ്പൻസേഷൻ പണി ചെയ്യും. അതെ. പിന്നെ മാത്രമല്ല റീപ്ലേസും ഇല്ല. ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. അത്രേ ഉള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞുണ്ട്. അതെ. 18 മോഡൽ ഇപ്പൊ എന്താ വില? ഇത് 18 വണ്ടി നമുക്കൊരു 2,45,000 രൂപ കൊടുത്തത്. 2.45 ഓഫർ റേറ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ചെറിയ മാർജിനേ ഉള്ളൂ. ശരി. മാക്സിമം സ്റ്റോക്ക് വിടുക, കൊടുത്തുവിടാം അല്ലേ? മാക്സിമം സ്റ്റോക്ക് ക്ലിയർ ആകുക. ശരി. ഇതാണെങ്കിലോ? ഇത് നമുക്ക് അമീസ് 2015 ആണ്. 15 മോഡൽ പെട്രോൾ ഡീസലോ? പെട്രോൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 40,000. ചെറിയ ഡിഫറൻസ് കാണും. 40-45 അതേ ഉള്ളൂ. അതെ. കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞു. ഇത് സിംഗിൾ ഓണർ ആണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. ഫുൾ സർവീസ് ഉണ്ട്. ശരി. എന്താ വില? ഇത് നമുക്ക് 3.5 കൊടുത്താൽ 3,50,000 രൂപ കൊടുത്താൽ. അതും ഇത്രയും ക്വാളിറ്റിയുള്ള വണ്ടി അല്ലേ? ഹൈ ക്വാളിറ്റി വണ്ടി. അതും 16 മോഡലാണ്. 15 മോഡൽ. മിസ് ചെയ്യണ്ട. നല്ല വൃത്തിയുള്ള വണ്ടി എടുത്തോളൂ. അതെ അതെ. കുറച്ച് വണ്ടികളും കൂടി കാണിച്ച് ഒരു എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കാം. അതിന്റെ മുമ്പിൽ ഡസ്റ്റർ. ഏതാ മോഡല്? ഡസ്റ്റർ 2012 85 ആണ്. 1285. അതെ. 120 കമ്പനി സർവീസ്. 120 കമ്പനി സർവീസ്. 120 ജെനുവിൻ ആണോ? 120 പക്ക ജെനുവിൻ. ഇവിടെ തന്നെ നമ്മുടെ അടുത്ത് തന്നെ കിടന്നാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 120 ആണെങ്കിൽ ഇത് ഓടിയിട്ടില്ലെന്ന് ഞാൻ പറയുള്ളൂ. അല്ല അതുപോലെ മെയിൻറ്റെയിൻ ചെയ്താണ്. സർവീസ് ഉണ്ടെന്ന് നമ്മൾ കൃത്യം നോക്കിയിട്ടില്ല. പക്ഷേ ജെനുവിൻ പാർട്ടി ഉപയോഗിച്ചോണ്ട്. അതെ അല്ലേ? ശരി. അപ്പോൾ അതൊന്നുമില്ലല്ലോ. അപ്പോൾ അത് റീപ്ലേസ് ഇല്ല. വിലയോ? 85 ആണ്. 2.95 കൊടുത്തത്. 2.95. 3 ലക്ഷം രൂപ ഉള്ളിൽ കിട്ടും. 3 ലക്ഷം രൂപ കൊള്ളി കൊടുത്തേക്കാം. ഒരു കുഴപ്പമില്ല. വണ്ടി വേണേ ആകെ നമ്മൾ ഇത് കാണിച്ചു. 2 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ കയറും. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തോളാം. അടുത്തത് KUV മഹീന്ദ്ര KUV 2018 ആണ്. 18 അല്ലേ? അതെ. നല്ല വൃത്തിയുണ്ടല്ലോ. 520 സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 70,000 അടുത്ത് ഓടിയിട്ടുള്ളൂ. 70. നമുക്ക് അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ വണ്ടിയും പെട്രോൾ വേറെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ആ പ്രൈസിൽ നല്ല വണ്ടിയാണ്. പിന്നെ പറയാനുണ്ടോ? ആ ഭാഗത്തേയും കുറവാണല്ലേ? അതെ അതെ. എന്താ വില? ഇത് നമുക്ക് ഒരു ഓഫർ 2.85 കൊടുത്തത്. അത് 18 വണ്ടി. അടിപൊളി. സിംഗിൾ ഓണറേ. 2,85,000 രൂപയ്ക്ക് 2018 വണ്ടി. സിംഗിൾ ഓണർ. ഇതൊക്കെ ഒരു ഫൈനൽ റേറ്റ് ആണ്. അടുത്ത റേറ്റാ. എന്നാൽ നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും കൊടുക്കും. അതെ. ഐറ്റൺ ആണെങ്കിലോ? ഐറ്റൺ എക്സെന്റ്. സോറി, എക്സെന്റ് അല്ലേ? രണ്ടും കണ്ട ഒരുപാടുണ്ട്. അതെ. മുമ്പ് കണ്ട ഒന്ന് തന്നെയാ. മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. അതെ. പവർ എല്ലാം സെയിം അല്ല. അതെ. വണ്ടി സെയിം. ഡിക്കി എക്സ്ട്രാ ഒന്നും. ഇതൊക്കെ യൂബർ ടാക്സിക്കൊക്കെ നല്ല ഏതാ? പെട്രോൾ. CNG ഉണ്ടോ? CNG വെച്ചാലേ ഊബറിനൊക്കെ നടക്കുള്ളൂ. നമ്മൾ CNG ഉള്ള വണ്ടികൾ ഊബർ ഓടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ നമുക്ക് മോഡൽ പറഞ്ഞത് ഇത് നമുക്ക് 2015 വണ്ടി. 15 ഏറ്റവും ഫുൾ ഓപ്ഷൻ. 58 കിലോമീറ്റർ സംതിങ് ഓടി. ശരി. വിലയോ? ഇത് നമുക്ക് 3,25,000 രൂപ കൊടുത്തേ. 3.25. 3.20 കൊടുത്തേ. 3.20 അല്ലേ? എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ സംസാരിച്ചാൽ മതി. സ്നേഹമുള്ള മനുഷ്യനാണ്. കുറച്ച് തരും. ഇതാണെങ്കിലോ? മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് 2014 വണ്ടിയാണ്. 14. അതെ. 14 നല്ല വൃത്തിയുള്ള സിംഗിൾ ഓണർ ആണ്. 70,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. വൃത്തിയുള്ള വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. എന്താ? ഇത് നമുക്ക് 2,55,000 രൂപ കൊടുക്കുക. 2,55,000 രൂപ നെറ്റ് കൊടുക്കുക. മോഡൽ 14 വണ്ടി. 14. മോശമൊന്നുമില്ലല്ലോ. സിംഗിൾ ഓണർ ആണ്. 2,55,000 ഒട്ടും കൂടുതൽ എവിടെ കിട്ടാനേ? അതെ അതെ അതെ. നമുക്കൊന്നും കിട്ടിയല്ല. നമുക്ക് സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ മോശമൊന്നുമില്ല. അതുപോലെ തന്നെ കിഡ് നമുക്ക് 2017 വണ്ടി. 17 RX T ഓപ്ഷനിലാണ്. 1000 cc ആണ്. 1000 cc മിഡിൽ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ മേലെ വരും. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30. അതെ. ജെനുവിനാ? പക്ക ജെനുവിൻ. ശരി. വിലയോ? ഇത് നമുക്ക് 2,45,000 രൂപ. 2.45. എന്തെങ്കിലും നെഗോഷ്യബിൾ ആവുമോ?
രണ്ടര ചോദിക്കാൻ വേണ്ടി ഇരുന്നാണ്. നിങ്ങൾ വരുമ്പോൾ ഒന്ന് മാക്സിമം പോകാനുള്ള കുറച്ച് അതെ അത് എന്തായാലും നമുക്ക് അതിനകത്ത് ചെയ്ത് കൊടുക്കാം. അടുത്ത് ക്രോസ് ആണ് അല്ലേ? ഇത് നമുക്കൊരു ഓഫർ റേറ്റ് 2014 വണ്ടിയാണ്. 14 ഡീസൽ പെട്രോൾ ആണ്. കിലോമീറ്റർ അറൗണ്ട് ഒരു 140 സംതിങ് ഓടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? മീറ്റർ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓഡോമീറ്റർ കംപ്ലൈന്റ് വന്നായിരുന്നു. സീറോ ആയിട്ട് അങ്ങ് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. സീറോ അല്ല, എന്താ വില? ഇത് നമുക്ക് 3,15,000 രൂപ കൊടുത്തേ. 3,15 എത്തിയസ് ക്രോസ് ആണ്. 3,15 3,15,000 രൂപയ്ക്ക് 14 വണ്ടി. ഏറ്റവും കൂടി വണ്ടി നോക്കി അലൈവിലെ എല്ലാ അതിന്റെ ടോപ്പ് വേരിയന്റ് വരും. ഏതാ ക്രോസ് എന്ന് പറയുന്നത് ടോപ്പ് ആയിട്ട് വരുന്നത്. ക്രോസിന് ഇതിനകത്തെക്കാളും കുറഞ്ഞുണ്ട്. ഉണ്ടല്ലേ? മോശം. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? VX 3,15,000 രൂപ. 15,000 രൂപ അതൊക്കെ അന്നേരം പോകും. നമ്മൾ വീട് ഇരുന്നാകത്തുള്ളൂ. കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള ഇതല്ലേ, നമ്പർ കൂട്ടിയല്ലേ പറഞ്ഞത്. ശരി. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടികൾ 2 വണ്ടികൾ കാണിച്ചാൽ അവസാനിപ്പിക്കാം. രണ്ടും ഇയോൺ ആണ്. അതെ. ഈ നീല ഏതാ മോഡൽ? 2 വണ്ടിയാണ്. 2 സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമുക്ക് 2,35,000 രൂപ കൊടുത്തു. ഇത് 2,30,000 രൂപ കൊടുക്കുക. ഈ 2,10,000 രൂപ കൊടുക്കുക. 2,10-നും 16 വണ്ടി, 2,30-നും 16. രണ്ടും ചെറിയ ക്വാളിറ്റി വ്യത്യാസമുള്ളൂ, അല്ല റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. ശരി. വണ്ടിയൊക്കെ പക്കയല്ലേ? വണ്ടി പക്ക പറ്റി എടുത്തോണ്ട് പോവാ, അത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം മാക്സിമം ലോൺ ചെയ്യാവുന്ന വണ്ടിയാണ്. നമുക്ക് 2 lakh എടുത്ത് ലോൺ ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തായാലും മാക്സിമം ലോൺ എടുത്തോണ്ട് പോകാം. ക്വാളിറ്റിയുള്ള വണ്ടികളല്ലേ? നമുക്ക് മാക്സിമം എല്ലാ വണ്ടിക്കും ഒരു 90% ലോൺ ചെയ്യാം. അടിപൊളി. ഒരു ഏത് വണ്ടിക്കാണെങ്കിൽ 50,000 രൂപ കൈ വെച്ചാൽ മതി, ബാക്കി എല്ലാം നമ്മൾ ലോൺ ചെയ്യും. നേരെ പോന്നാൽ മതി. സിവിൽ സ്കോർ ഉണ്ട്, 2 ദിവസത്തിനുള്ളിൽ ഡെലിവറി വണ്ടി. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാലായിൽ സ്ഥിതി ചെയ്യുന്ന ഓട്ടോ സ്പോർട്ടിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ഷോറൂമൊക്കെ പുതിയതാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചാണ് തരുന്നത്. സാധാരണ എല്ലാവരും വില കൂടുതലാണ് അല്ലേ? അപ്പോൾ എന്തായാലും വില കുറച്ചാണ് തരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടിട്ട് അവിടെ 10-20-30 വണ്ടിയാണ് നമ്മൾ കാണിച്ചല്ലോ. അതെ. അപ്പോൾ കുറച്ച് സ്പീഡിൽ നമ്മൾ എടുത്തു പോയതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് വണ്ടികൾ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലൈക്കും ഇതൊക്കെ സൗകര്യം ചെയ്താൽ മതി. പക്ഷേ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാൾക്കല്ലേ മറ്റൊരാൾക്ക് ഉപകാരപ്പെടും. പിന്നെ നമുക്കെല്ലാം ഒത്തിരി പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് ആണ് നമുക്ക്, അപ്പോൾ അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ഉള്ള വീഡിയോ ആണ് നമ്മൾ. അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. കിടന്ന ഓഫറിൽ വണ്ടി എടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമ്പർ വെച്ചിട്ടുണ്ട്, വിളിച്ചായി പാലായിലേക്ക് വരിക. അത്രേ ഉള്ളൂ. അന്നേരം അടുത്തൊരു കിടന്ന വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ.